നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ചെയ്യാത്ത പക്ഷം നമ്മുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അത് ഒരു ആധികാരിക രേഖയില്ലാത്തത് കൊണ്ട് തന്നെ പല തെറ്റുകളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സർക്കാരിനുള്ള ഏത് ആനുകൂല്യങ്ങൾക്കും നിർബന്ധമായും ആധാർ കാർഡ് വേണ്ടിയിരുന്നു. നമ്മളിന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, സ്കൂളുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത്, ചെറിയ കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ഇനിയും ചെയ്യാനുണ്ടെന്നുള്ളതാണ്. 5 വയസ്സിന് മുമ്പ് എടുത്തൊരു ആധാർ കാർഡാണെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾക്ക് 1 വയസ്സ് മുതൽ ആധാർ കാർഡ് എടുക്കാം. അങ്ങനെ നിങ്ങൾ 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും 5 വയസ്സിന് ശേഷം ഒന്ന് ആധാർ കാർഡ് പുതുക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് 1ാം ക്ലാസ്സിൽ കുട്ടികൾ ചേർക്കുന്നതും പിന്നീടുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും, LSS, USS സ്കോളർഷിപ്പ് അടക്കമുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് നിർബന്ധമായിട്ടൊന്ന് പുതുക്കുക. അത് സൗജന്യമായിട്ട് തന്നെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുതുക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ പുതുക്കുന്നതിന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ ഒരു യാതൊരു തരത്തിലുള്ള ഫീസ് നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് 15 വയസ്സായി കഴിഞ്ഞാൽ, കുട്ടിക്ക് 15 വയസ്സായി കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു പ്രാവശ്യം കൂടി ആധാർ കാർഡ് ഒന്ന് പുതുക്കുക. എങ്കിൽ മാത്രമായിരിക്കും പിന്നീട് ആധാർ കാർഡ് അനിശ്ചിതമാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കുട്ടിക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ +1, +2 അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ കുട്ടികളുടെ സ്കോളർഷിപ്പ്, മറ്റ് കോളേജ് അഡ്മിഷൻ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ്. ഇനിയും ഇങ്ങനെയുള്ള അപ്ഡേഷൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആധാർ കാർഡ് പുതുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളായാലും ആരായാലും ശരി, നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഈ കാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആധാർ കാർഡുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. ഇതിൽ പല ആളുകളും തെറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ സിം എടുക്കുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടാകും, ഇനി വേറെ ചെയ്യണമെന്നുള്ളത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സിം എടുക്കുന്ന സമയത്ത് ആധാറുമായി ലിങ്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്രൂഫ് അവർക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ആധാർ കാർഡ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ വിരൽ വെച്ച് ആധാർ കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ ചേർക്കുന്നതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്കത് ഉപയോഗപ്പെടും. ആധാർ കാർഡ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കൽ, മറ്റ് പല ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്കും ഇപ്പോൾ ആ നമ്പറിലേക്കാണ് OTP മറ്റ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ചെയ്ത കാര്യം ഒന്ന് യെസ് എന്നും അല്ലാത്ത നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം, നമ്മൾ ഒരു സിം എടുക്കുകയും ആ സിം നമ്മൾ ആധാർ ലിങ്ക് ചെയ്യുകയും പിന്നീട് സിമ്മിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിം കട്ടാവുകയും കുറച്ച് 6 മാസങ്ങൾക്കപ്പുറം നമ്മുടെ സിം മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്കായിരിക്കും മെസ്സേജ് വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പണം എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് അവർ ആ നമ്പറിലേക്ക് OTP ഒന്ന് സഹായിക്കാൻ അവർക്ക് സാധിക്കും. നിർബന്ധമായിട്ടും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രവാസികളായ ആളുകൾ, കുറച്ച് പ്രായമുള്ള ആളുകൾ, പ്രത്യേകിച്ച് 40-50 വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രവാസികളായ ആളുകൾ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു നമ്പർ എടുക്കുകയും പിന്നീട് ആ നമ്പർ ഒഴിവാക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത കൈവശമുള്ള മൊബൈൽ നമ്പർ കൈവശമില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ആധാർ കാർഡ് മറ്റൊരാൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്കതിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും മെസ്സേജ് വരികയും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൽ ID കൂടി അതിലേക്ക് ലിങ്ക് ചെയ്യാം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആധാറിലേക്ക് വരുന്ന OTP അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നാട്ടിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ചിലപ്പോൾ OTP ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിദേശത്തുള്ള ആളുകൾ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മെയിൽ IDയിലേക്ക് സ്ഥിരമായി OTP വരാറുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും